ഒരു പിടി താരങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു 11 പേരെടുത്താൽ അതിനപ്പുറത്തേക്ക് ആളില്ല എന്നുള്ളത് പോലെയാണ്. ഇനി പാകിസ്ഥാൻ നിരയിലേക്കും പോകുമ്പോൾ ഒരു പിടി താരങ്ങളുണ്ട്, മികച്ച താരങ്ങളുണ്ട്, പേര് കേട്ട പ്ലേയേഴ്സ് ഉണ്ട്. ആരെയൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കി വെക്കേണ്ടത്? അത് ഈ 3 പേരിൽ ഒതുങ്ങുന്നതല്ല. തീർച്ചയായും അനിൽ, അയൽപ്പോരിന് നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഇരു ടീമുകളിലെയും ശ്രദ്ധിക്കേണ്ട ചില താരങ്ങളെ പരിചയപ്പെടാം. രോഹിത്തും കോഹ്ലിയും ഇല്ലാത്ത ഇന്ത്യൻ ടീമിൻ്റെ കരുത്ത് ആരെല്ലാമെന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ആദ്യം ഇന്ത്യയുടെ ഓപ്പണർ അഭിഷേക് ശർമ്മ. എന്ത് ചെയ്യും, എങ്ങനെ കളിക്കുമെന്നത് അഭിഷേകിന് മാത്രമേ അറിയൂ. ഇതിനുദാഹരണമാണ് UAE-ക്കെതിരെ കണ്ട ആദ്യ പന്തിലെ സിക്സർ. ഇനി ചില കണക്കുകൾ നോക്കാം. 18 മത്സരങ്ങളിൽ നിന്നായി 565 റൺസ്, 2 വീതം സെഞ്ചുറിയും 50യും, പ്രഹരശേഷി 193.5. ഇനി മറ്റൊരു താരത്തെക്കുറിച്ചാണ്. ഇന്ന് മലയാളികൾ കാത്തിരിക്കുന്നത് ആ പ്രകടനം കാണാനാണ്. സഞ്ജു സാംസൺ. 43 മത്സരങ്ങൾ ഇന്ത്യക്കായി ബാറ്റെടുത്ത സഞ്ജു 2 50യും 3 സെഞ്ചുറിയും അടക്കം നേടിയത് 861 റൺസ്. ബാറ്റിങ്ങിൽ ഇവരാണെങ്കിൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ബൗളിങ്ങിൽ കരുത്താകാൻ പോകുന്നത് കുൽദീപ് യാദവ് ആകുമെന്നാണ് വിലയിരുത്തൽ. 41 മത്സരങ്ങളിൽ നിന്ന് 73 വിക്കറ്റ് നേടിയ താരത്തിൻ്റെ മികച്ച പ്രകടനം 17 റൺസിന് 5 വിക്കറ്റ് എന്നതാണ്. ബുംറയും ഹർദിക്കും അക്സറും ഗില്ലുമടക്കം മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ ഇനിയുമുണ്ട് ഇന്ത്യൻ നിരയിൽ. ഇനി പാകിസ്ഥാനെ നോക്കാം. ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും പുറത്തിരുത്തിയാണ് ഇത്തവണ പാകിസ്ഥാൻ ഏഷ്യ കപ്പിനെത്തിയിരിക്കുന്നത്. ക്യാപ്റ്റൻ സൽമാൻ അലി ആകെ തന്നെയാണ് ടീമിൻ്റെയും ബാറ്റിംഗ് നിരയുടെയും പ്രധാന കരുത്ത്. 25 മത്സരങ്ങൾ, 489 റൺസ്, 116 പ്രഹരശേഷി എന്നതാണ് സൽമാൻ്റെ സ്റ്റാറ്റ്സ്. ബാറ്റിംഗ് നിരയിലെ എക്സ് ഫാക്ടർ ഹസൻ നവാസ് ആണ്. 19 മത്സരങ്ങളിൽ നിന്ന് 432 റൺസാണ് ഹസൻ്റെ സമ്പാദ്യം. ഇനി മറ്റൊരു താരത്തെക്കുറിച്ചാണ്. ടീമിലെ ഏറ്റവും പരിചയസമ്പന്നനും ഇന്ത്യക്കെന്നും വെല്ലുവിളിയായിട്ടുള്ള ഷഹീൻ ഷാ അഫ്രീദിയാണ് പാക് ബൗളിംഗ് നിരയെ നയിക്കുന്നത്. 85 മത്സരങ്ങളിൽ നിന്നായി 108 വിക്കറ്റാണ് ഷഹീൻ കുട്ടി ക്രിക്കറ്റിൽ വീഴ്ത്തിയത്. അപ്പോൾ ഈ പറഞ്ഞ താരങ്ങളെ ഒന്ന് നോക്കി വെച്ചേക്ക്. പക്ഷേ ഇവരൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ഇന്ന് തിങ്ങിത്തിളങ്ങാൻ പോകുന്നത്. എന്നൊരു ബർത്ത്ഡേ ബോയ് ഉണ്ട്, നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു 2 പന്തേ കിട്ടിയുള്ളൂ. പക്ഷേ വന്ന ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയാണ് സൂര്യകുമാർ യാദവ് തുടങ്ങിയത്. അഭിഷേക് ശർമ്മയ്ക്കും വെൽ സ്റ്റാർട്ട് കിട്ടി, പക്ഷേ അദ്ദേഹത്തിന് കളി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഇന്ന് സഞ്ജു ആകുമോ താരം എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇനി പാക് നിരയിലേക്ക് ഷഹീൻ ഷാ അഫ്രീദിയൊക്കെ പണ്ട് നമുക്ക് തന്ന ഒരു പ്രഹരമുണ്ട്. അത്തരത്തിൽ വീണ്ടും ഒരു ഭീഷണിയായി വരുമോ എന്നൊക്കെ തന്നെ നോക്കേണ്ടിയിരിക്കുന്നത്. രോഹിത്തും കോഹ്ലിയും ഒന്നുമില്ലാത്ത ബാബർ അസമിനും മുഹമ്മദ് റിസ്വാനും ഇടം കിട്ടാത്ത കാലമാണ് പാക് ടീമിൽ. ആ ഒരു വലിയ നമ്മൾ ടോപ്പ് സ്റ്റാർസ് എന്ന് പറഞ്ഞ കഴിഞ്ഞ എഡീഷനിലൊക്കെ തന്നെ കൊടുത്തിരുന്ന പ്ലേയേഴ്സ് ഇല്ലാത്ത ഈ എഡീഷനിൽ ഇന്ന് പുതിയൊരു താരോദയം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും അറിയാൻ കഴിയുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആരാധകർ വലിയ ആവേശത്തിലാണ്. എന്തായാലും കാത്തിരിക്കുന്നതാണ്. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്യും, ടോസ് ആർക്ക് കിട്ടുന്നുള്ള വളരെ എക്സൈറ്റഡ് ആണ് ആയിട്ട് തന്നെ ആളുകളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ബ്രെത്ത് ടേക്കിംഗ് മാച്ച് ആയിരിക്കും എന്ന് സദാശിവൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. മത്സരം തുടങ്ങാൻ ഇനി ഏതാണ്ട് അരമണിക്കൂറിൽ കുറച്ച് കൂടുതൽ മാത്രമാണുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.